എല്ലാവർക്കും മെഡ്സ്പാർക്ക് ലേണിംഗിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഒന്നാമത്തെ ഭാഗമാണ് ചെയ്തത്. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ രണ്ടാമത്തെ ഒരു സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, whom among the following is a member of the selection committee for the Chief Information Commissioner of India? ഒന്നാമത്തെ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗമാരാണ് എന്നുള്ളതാണ്. അതിലെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്പീക്കർ ഓഫ് ലോക്സഭ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ലോക്സഭ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ആൻസറുകൾ വരട്ടെ. കുറെ ആളുകളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ആൻസറുകൾ പെട്ടെന്ന് വരട്ടെ. ഓക്കെ, ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ലോക്സഭ. ലോക്സഭ പ്രതിപക്ഷ നേതാവാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിലുള്ള ഒരു അംഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്ന് പറയുന്നത്, which among the following items are is the concurrent list of 7th schedule? അപ്പോൾ ഏഴാമത്തെ പട്ടികയിലെ അല്ലെങ്കിൽ 7th ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ് എന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പോലീസ് ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ്. അപ്പൊ കമന്റുകൾ പെട്ടെന്ന് വരട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് എന്താന്ന് വെച്ചാൽ, കൺകറന്റ് ലിസ്റ്റിൽ താഴെ തന്നിരിക്കുന്ന 4 സബ്ജക്റ്റുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട സബ്ജക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ്. എന്താണ്? ഓപ്ഷൻ ഡി, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ്. ഓപ്ഷൻ എ ഉണ്ടല്ലോ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്ന് പറയുന്നത് ഏത് ലിസ്റ്റ് ആണ്? യൂണിയൻ ലിസ്റ്റ് ആണ്. അപ്പോൾ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ ഓപ്ഷൻ ബിയിലുള്ള പോലീസ്, അതുപോലെ തന്നെ ഓപ്ഷൻ സിയിലുള്ള പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് ഉൾപ്പെടുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ് കേട്ടോ, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ്. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ക്വാളിഫിക്കേഷൻ ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ചെയർപേഴ്സൺ ഓഫ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ.
അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ട ആ ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹു ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഹു ഹാസ് ബീൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഹു ഹാസ് ബീൻ എ റിട്ടയേർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഹു ഹാസ് ബീൻ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. ആൻസറുകൾ വരട്ടെ, പെട്ടെന്ന് കമന്റ് ചെയ്യൂ. പല ആളുകളും കമന്റ് ചെയ്യുന്നുണ്ട്. ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഹു ഹാസ് ബീൻ എ റിട്ടയേർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. കേട്ടോ, അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഹു ഹാസ് ബീൻ എ റിട്ടയേർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ശരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എന്തായിരിക്കണം? സുപ്രീം കോടതിയിലെ റിട്ടയേർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കണം? സുപ്രീം കോടതിയിലെ റിട്ടയേർഡ് ആയിട്ടുള്ള എന്തായിരിക്കണം? ജഡ്ജ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. കേട്ടോ, ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. The article related to formation of Public Service Commission for the Union and for the state is. അതായത് UPSC അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള PSC ഇവയുടെ ഫോർമേഷനുമായിട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 313. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 314. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 316. അപ്പൊ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പല ആളുകളും ശരിയുത്തരം കമന്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആവട്ടെ, ബാക്കിയുള്ളവരും കൂടെ സ്പീഡിൽ കമന്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315ലാണ് UPSCയുടെയും അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള PSCകളുടെയും രൂപീകരണത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. കേട്ടോ, അപ്പൊ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കെയിം ഇൻ ടു ഇഫക്റ്റ് വിത്ത് ദ അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രാബല്യത്തിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമെൻമെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 72ാം ഭേദഗതി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 73ാം ഭേദഗതി. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 74ാം ഭേദഗതി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 75ാം ഭേദഗതി. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്തി രാജിന്റെ ഒരു അമെൻമെന്റ് എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഒരുപാട് ആളുകൾ ശരിയുത്തരൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 73rd അമെൻമെന്റ് ആണ്. അപ്പോ അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അപ്പൊ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചാൽ 73ാമത്തെ ഭേദഗതിയാണ്. 1992 എന്നൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പഞ്ചായത്തി രാജിനോട് ചേർന്ന മറ്റൊരു സംഭവമാണ് എന്ത്? നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്ന ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? 74 ആണ്, 74ാമത്തെ ഭേദഗതി. അതും സെയിം വർഷം തന്നെയാണ്, 1992. അപ്പൊ 73rd പഞ്ചായത്തി രാജും 74th എന്ന് പറയുന്നത് നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ടും ആണെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. രണ്ടും 1992 ആണ്. ഇനി നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, which commission was appointed to study the center state relations? അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹണ്ടർ കമ്മീഷൻ ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് GVK റാവു കമ്മീഷൻ ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മീഷൻ ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷൻ ആണ്. അപ്പൊ റീസെന്റ് ആയിട്ട് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ ആണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തേ. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സർക്കാരിയ കമ്മീഷൻ ആണ് കേട്ടോ. അപ്പോ ഓപ്ഷൻ ഡി സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത കമ്മീഷൻ എന്ന് പറയുന്നത്. 1983 ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്. 1983 ഈ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത്. 1988 ഈ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് സമർപ്പിച്ചത്. അതുപോലെ തന്നെ ഈ കമ്മീഷന്റെ അധ്യക്ഷന്റെ പേരാണ് RS സർക്കാരിയ. ഞാൻ ഒന്നുകൂടെ പറയാം. സർക്കാരിയ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് 1983 1983 അതുപോലെ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1988 1988 അതുപോലെ തന്നെ ഈ കമ്മീഷന്റെ അധ്യക്ഷന്റെ പേരെന്ന് പറയുന്നത് RS സർക്കാരിയ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ കമ്മീഷന്റെ എന്താ പറയാ കമ്മീഷൻ അറിയപ്പെടുന്നത്, സർക്കാരിയ കമ്മീഷൻ. ഇനി നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ വിച്ച് ഇയർ? അപ്പോൾ പട്ടികജാതി പട്ടിക വർഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന ഈ നിയമം, ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഏത് വർഷത്തിലാണ് പാസ്സാക്കിയത് എന്നാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 2001, ഓപ്ഷൻ ബി 1989, ഓപ്ഷൻ സി 1999, ഓപ്ഷൻ ഡി 1983. അപ്പൊ കമന്റുകൾ വരട്ടെ.
കമന്റുകൾ വരട്ടെ. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 1989 ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1989 ആണ് കേട്ടോ. അപ്പൊ 1989 പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് എന്ത് ചെയ്യുന്നത്, ഈ നിയമം പാസ്സാക്കിയത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫാക്ട്സ് റിലേറ്റിംഗ് ടു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. 3 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റുകളാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശ്രീ ഹീരലാൽ സമരിയ, ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അപ്പൊ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരലാൽ സമരിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ഇഫക്ട് ഫ്രം 12th October 2005. അതായത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 2005 ഒക്ടോബർ 12 അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 2005 ഒക്ടോബർ 12 മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കമ്മീഷൻ എക്സ്റ്റെൻഡ്സ് ഓവർ ഓൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് അതോറിറ്റീസ്. അപ്പോൾ ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാര പരിധി അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കീഴിലുള്ള എല്ലാ പൊതു സ്ഥാപനങ്ങളിലേക്കുമാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേറ്റ് പബ്ലിക് അതോറിറ്റീസ് മൊത്തം കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കീഴിലുള്ള എല്ലാ പബ്ലിക് അതോറിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നുണ്ട് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതില് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ഈ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2ഉം 3ഉം ശരിയാണ്. അപ്പോ ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ കമ്മീഷൻസ് ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണെങ്കിലും അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട്, എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തറവായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. അപ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതില് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പബ്ലിക് അതോറിറ്റീസിൽ മാത്രമാണ്. സ്റ്റേറ്റ് പബ്ലിക് അതോറിറ്റീസ് വരുന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ കീഴിലാണ് കേട്ടോ. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ തെറ്റ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് restored authority of states to recognize the socially and educationally backward classes?
അതായത് SC BC ലിസ്റ്റ്, അതായത് സോഷ്യലി സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്നാണ് ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 100ാമത്തെ ഭേദഗതി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 101ാമത്തെ ഭേദഗതി, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 105ാമത്തെ ഭേദഗതി, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 106ാമത്തെ ഭേദഗതി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? പെട്ടെന്ന് കമന്റ് ചെയ്തേ. പെട്ടെന്ന് ആട്ടെ. അപ്പൊ അമെന്റ്മെന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ആ ഒരു രീതിയിൽ നന്നായിട്ട് നോക്കി വെച്ചിരിക്കണം. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, അമെന്റ്മെന്റ്സിന്റെ ഭാഗത്ത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി 105ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്താണ് 100ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ 100ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റിനെ കുറിച്ചാണ് 100ാമത്തെ അമെന്റ്മെന്റിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന 101ാമത്തെ അമെന്റ്മെന്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് GSTയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ 106ാമത്തെ അമെന്റ്മെന്റ്, അത് ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് എക്സാമുകൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ സ്ത്രീകൾക്ക് എന്ത് ചെയ്തു, 1/3 റിസർവേഷൻ എന്ത് ചെയ്തു, അനുവദിച്ചു. അതാണ് 106ാമത്തെ ഭേദഗതി. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ആ ഒരു ഭേദഗതിയെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം. ഒന്നുകൂടെ പറയാം, നാരി ശക്തി വന്ദൻ അധിനിയം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ്. ഇനി നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്? ഓപ്ഷൻ എ 1993 നവംബർ 11, ഓപ്ഷൻ ബി 1993 ഒക്ടോബർ 12, ഓപ്ഷൻ സി 1993 ഒക്ടോബർ 11, ഓപ്ഷൻ ഡി 1994 നവംബർ 11. അപ്പൊ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഇത് എല്ലാവർക്കും ആൻസർ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1993 ഒക്ടോബർ 12. അപ്പൊ ഓപ്ഷൻ ബി ആണ്, 1993 ഒക്ടോബർ 12-നാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ത് ചെയ്തത്, രൂപീകരിച്ചത് കേട്ടോ. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ രൂപീകരിച്ചത് 1993 ഒക്ടോബർ 12-നാണ്. ഇനി നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യൻ, which of the following statements about Election Commission of India is not correct? Which of the following statements about Election Commission of India is not correct? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കണ്ടക്ട് ഇലക്ഷൻ ടു പ്രസിഡന്റ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കണ്ടക്ട് ഇലക്ഷൻ ടു ലോക്സഭ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് കണ്ടക്ട് ഇലക്ഷൻ ടു പഞ്ചായത്ത്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കണ്ടക്ട് ഇലക്ഷൻ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി. കമന്റ് ചെയ്ത ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. കണ്ടക്ട് ഇലക്ഷൻ ടു പഞ്ചായത്ത്. കാരണം പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നഗരപാലിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അവിടത്തേക്ക് ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഒക്കെ ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. അതല്ലാതെ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എന്തല്ല, ഡ്യൂട്ടി അല്ല. അപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ് കേട്ടോ. ആൻസർ സി ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The first Malayali to be appointed as the chairperson of the National Human Rights Commission. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് KG ബാലകൃഷ്ണൻ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് രംഗനാഥ മിശ്ര. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫാത്തിമ ബീവി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് HL ദത്തു. അപ്പൊ ഇതില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള മലയാളി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമന്റുകൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ. KG ബാലകൃഷ്ണനാണ് കേട്ടോ. അപ്പൊ KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യ മലയാളി എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിട്ടുള്ള ആദ്യത്തെ വനിത എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഫാത്തിമ ബീവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിട്ടുള്ള ആദ്യത്തെ മലയാളി വനിത എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. The provision for the establishment of Supreme Court of Kolkata was made in which act? അപ്പോൾ കൊൽക്കത്ത സുപ്രീം കോടതി രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊൽക്കത്ത സുപ്രീം കോടതി രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ഓപ്ഷൻ സി ചാർട്ടർ ആക്ട് 1813. ഓപ്ഷൻ ഡി പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പെട്ടെന്ന് കമന്റ് ചെയ്യൂ. കുറെ ആളുകളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. എന്താണ് ആൻസർ ഇതിന്റെ? ഓപ്ഷൻ എ ആണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊൽക്കത്തയിൽ എന്ത് ചെയ്യുന്നത് ഒരു സുപ്രീം കോടതി രൂപീകരിച്ചത് കേട്ടോ. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് 1773 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഈ നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി രൂപീകരിക്കുന്നത്. ആ സുപ്രീം കോടതിയാണ് ഏത്? സുപ്രീം കോർട്ട് ഓഫ് കൊൽക്കത്ത എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. 1774 ഈ ഒരു
സുപ്രീം കോടതി രൂപീകരിച്ചത്? എന്നാണ് 1774 ഈ സുപ്രീം കോടതി രൂപീകരിച്ചത്. ഓക്കെ, ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ലോവേർഡ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 42nd അമെൻമെന്റ്, ഓപ്ഷൻ ബി 44th അമെൻമെന്റ്, ഓപ്ഷൻ സി 61st അമെൻമെന്റ്, ഓപ്ഷൻ ഡി 73rd അമെൻമെന്റ്. അപ്പൊ കമന്റുകൾ വരട്ടെ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റ് ആണ്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതില് 14ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 61ാമത്തെ ഭേദഗതി 1989. കേട്ടോ, 61ാമത്തെ ഭേദഗതി 1989. അപ്പൊ 61ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം എന്ത് ചെയ്യുന്നത്? 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ചത്. അപ്പൊ 14ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എന്താണ്? സി ആണ്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ്. ആരാണ്? അതും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് ആണ്. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, the foundation of the Finance Commission is laid down under which of the given article? ഫിനാൻസ് കമ്മീഷന്റെ രൂപീകരണവുമായിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 202, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 280, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 263, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 231. അപ്പൊ പെട്ടെന്ന് കമന്റ് ചെയ്തേ, ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. ഈ 15ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 280 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. കേട്ടോ, അപ്പൊ ഫിനാൻസ് കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 280 ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Who is the constitutional head of the state governments? സംസ്ഥാന ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണഘടനാ തലവൻ ആരാണ്? സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭരണഘടനാ തലവൻ ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. അപ്പൊ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ ഹെഡ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഹൈക്കോർട്ട് ജഡ്ജ്, ഓപ്ഷൻ സി ഗവർണർ, ഓപ്ഷൻ ഡി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ കമന്റ് ചെയ്തോളൂ, പെട്ടെന്ന് കമന്റ് വരട്ടെ.
ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഗവർണർ. ഓപ്ഷൻ സി ആണ് ഗവർണർ. അപ്പൊ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഗവർണർ ആണ് കേട്ടോ. അപ്പൊ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ഗവർണർ ആണ്. ഇനി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ തലവൻ എന്ന് പറയുന്നത് ഗവർണറും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റുമാണ് കേട്ടോ. അപ്പൊ 16ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ഗവർണർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 17ാമത്തെ ക്വസ്റ്റ്യൻ. Which of the given article of the Indian Constitution deals with National Commission for Scheduled Caste? ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിലൂടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 343, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 355, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 338, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 333. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏത് ആർട്ടിക്കിളിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 338 കേട്ടോ. ആർട്ടിക്കിൾ 338ലാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 338ലാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following amendment of the Constitution abolished privy purses and privileges of the Indian princes? അതായത് നാട്ടുരാജ്യങ്ങളുടെ അല്ലെങ്കിൽ നാട്ടുരാജ്യാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവിലേജും അതുപോലെ തന്നെ പ്രിവി പേഴ്സും അബോളിഷ് ചെയ്ത ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യാക്കന്മാർക്ക് ഒരു എന്ത് ചെയ്തിരുന്നു? ഒരു പെൻഷൻ രൂപത്തിൽ കുറച്ച് എന്ത് ചെയ്തിരുന്നു? പണം നൽകിയിരുന്നു. അതാണ് പ്രിവി പേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ ആ പ്രിവി പേഴ്സും അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന പ്രത്യേക പ്രിവിലേജും ഒക്കെ നിർത്തലാക്കിയ ഭേദഗതി ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 26ാമത്തെ അമെൻമെന്റ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 28ാമത്തെ അമെൻമെന്റ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 30ാമത്തെ അമെൻമെന്റ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 32ാമത്തെ അമെൻമെന്റ്. അപ്പൊ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഭേദഗതി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 26ാമത്തെ അമെൻമെന്റ്. അപ്പൊ 26ാമത്തെ അമെൻമെന്റിലൂടെ അല്ലെങ്കിൽ ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് എന്ത് ചെയ്യുന്നത്? നിർത്തലാക്കുന്നത് കേട്ടോ. അപ്പൊ 18ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? ഓപ്ഷൻ എ. ഇനി നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ദ കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസസ് ആർ ഡിറ്റർമിനഡ് ബൈ. അതായത് ഓൾ ഇന്ത്യ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അംഗങ്ങളുടെ സർവീസ് കണ്ടീഷൻ തീരുമാനിക്കുന്നത് ആരാണ്? അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥ അല്ലെങ്കിൽ സർവീസ് കണ്ടീഷൻ തീരുമാനിക്കുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്,
ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് UPSC ആണ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സേവന വ്യവസ്ഥ അല്ലെങ്കിൽ സർവീസ് കണ്ടീഷൻ ഡിറ്റർമിനൻ ചെയ്യുന്നത്, അത് തീരുമാനിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് ക്വസ്റ്റ്യനിലൂടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കമന്റുകൾ വരട്ടെ. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് 19ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പാർലമെന്റ് ആണ്. എന്താണ്? ഓപ്ഷൻ സി പാർലമെന്റ് ആണ്. ഓപ്ഷൻ സി പാർലമെന്റ് ആണ്. അവിടെ ഒരു കാര്യം കൂടെ പറയാം. ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, പരീക്ഷ നടത്തുന്ന ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ UPSC ആണ്. അപ്പൊ UPSC ആണ് ഓൾ ഇന്ത്യ സർവീസിലേക്ക് എക്സാം നടത്തുന്നത്. സർവീസ് കണ്ടീഷൻ തീരുമാനിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റിന് താല്പര്യമുള്ള കാലത്തോളം അല്ലെങ്കിൽ പ്രസിഡന്റിന് ഇഷ്ടമുള്ള കാലത്തോളം മാത്രമേ ഓൾ ഇന്ത്യ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ആ ഒരു സർവീസിൽ എന്ത് ചെയ്യാൻ പറ്റൂ? തുടരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പ്രസിഡന്റിന് ഇഷ്ടമുള്ള കാലത്തോളം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ സർവീസിൽ തുടരാൻ പറ്റൂ. അതുപോലെ തന്നെ അവരുടെ സർവീസ് കണ്ടീഷൻ തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റ് ആണ്. അതുപോലെ തന്നെ എക്സാം നടത്തുന്നത് UPSC ആണ്. ഈ ഒരു കാര്യം കൂടെ അവിടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒറിജിനേറ്റഡ് ഇൻ. അതായത് പൊതു താല്പര്യ ഹർജി. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പൊതു താല്പര്യ ഹർജി എന്നാണ്. പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉത്ഭവിച്ചത് എവിടെ നിന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് അമേരിക്ക. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കാനഡ. ഇതിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി ഉത്ഭവിച്ചത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തത്? കമന്റുകൾ വരട്ടെ. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി അമേരിക്കയാണ്. ഏതാണ്? ഓപ്ഷൻ സി അമേരിക്ക. അപ്പൊ ഓപ്ഷൻ സി അമേരിക്കയാണ്. അമേരിക്കയിൽ നിന്നാണ് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് എന്ത് ചെയ്തത്? ഉത്ഭവിച്ചത് കേട്ടോ. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അമേരിക്കയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പൊ 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, the jurisdiction of Supreme Court to settle disputes between center government and state government. അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം? ഓപ്ഷൻ എ റിട്ട് ജൂറിസ്ഡിക്ഷൻ. ഓപ്ഷൻ ബി ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഓപ്ഷൻ സി സ്പെഷ്യൽ ലീവ് ഓഫ് അപ്പീൽ. ഓപ്ഷൻ ഡി അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഇതിൽ ഏത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം എന്ത് ചെയ്യുന്നത്? പരിഹരിക്കുന്നത്? കമന്റുകൾ വരട്ടെ. അപ്പൊ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ജൂറിസ്ഡിക്ഷൻ, അതായത് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തു നിന്നൊക്കെ ധാരാളം എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങളൊക്കെ പല എക്സാമുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. എന്താണ്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഈ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഈ
ഈ ഒരു അധികാരത്തിലൂടെയാണ്, ഈ സുപ്രീം കോടതിയുടെ ഈ അധികാരത്തിലൂടെയാണ് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള എന്ത് ചെയ്യുന്നത്, തർക്കം സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്, പരിഹരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഇനി റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമാണെന്ത്? റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ലീവ് ഓഫ് അപ്പീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയിലേക്ക് നേരിട്ടിട്ട് അപ്പീലിന് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധികാരമാണ് എന്ത്? സ്പെഷ്യൽ ലീവ് ഓഫ് അപ്പീൽ. അതിൽ തന്നെ അപ്പീൽ എന്ന ഒരു വേർഡ് തന്നെ അവിടെ കാണാം. അപ്പൊ നമുക്ക് സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോകാൻ കഴിയുന്ന ഒരു അധികാരത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡന്റിന് ഉപദേശങ്ങൾ കൊടുക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണെന്ത്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ. The present chairperson of National Commission for Backward Classes. ബാക്ക്വേർഡ് ക്ലാസസിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? അല്ലെങ്കിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് രാജീവ് കുമാർ ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഹീരലാൽ സമരി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഹൻസ്രാജ് ഗംഗാറാം ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അമിതാഭ് കാന്ത് ആണ്. ഓക്കെ, കമന്റുകൾ പോരട്ടെ, കമന്റുകൾ പോരട്ടെ. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹൻസ്രാജ് ഗംഗാറാം. എന്താണ്? ഓപ്ഷൻ സി, ഹൻസ്രാജ് ഗംഗാറാം ആണ് നിലവിലെ എന്താ നമ്മുടെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ NCBC അല്ലെങ്കിൽ നാഷണൽ ബാക്ക്വേർഡ് ക്ലാസസിന്റെ അധ്യക്ഷൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആണ്. ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം. ഓക്കെ, ഇനി നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോമ്പോസിഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ കോമ്പോസിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ചെയർപേഴ്സൺ ആൻഡ് 3 members. ഓപ്ഷൻ ബി, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 members. ഓപ്ഷൻ സി, ചെയർപേഴ്സൺ ആൻഡ് 4 members. ഓപ്ഷൻ ഡി, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 4 members. ഇതിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കോമ്പോസിഷൻ ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കമന്റുകൾ വരട്ടെ. ഓക്കെ, കമന്റുകൾ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ എന്താ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി. ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, ഒരു 3 members ഉണ്ടായിരിക്കും. അങ്ങനെ 5 പേരാണ് എവിടെയുള്ളത്? ദേശീയ പട്ടിക വർഗ കമ്മീഷനിലുള്ളത് എന്നൊരു കാര്യം ഓർത്തിരിക്കുക. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 members-ഉം. അപ്പൊ 23ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 24ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഹാസ് ബൈകാമറൽ ലെജിസ്ലേച്ചർ? ഇപ്പൊ താഴെ 4 സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അതില് ബൈകാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചത്. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും, അങ്ങനെ 2 സഭകളുള്ള സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ ഗുജറാത്ത് ആണ്, ഓപ്ഷൻ ബി ഗോവയാണ്, ഓപ്ഷൻ സി കർണാടകയാണ്, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ആണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലുമുള്ള ഇങ്ങനെ 2 നിയമനിർമ്മാണ സഭകളുള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് ആൻസർ എന്ന് നോക്കാം. ആൻസർ പറയാൻ പോവാണ്. 24ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കർണാടകയാണ്. ഏതാണ്? ഓപ്ഷൻ സി കർണാടകയാണ്. കർണാടകയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലുമുണ്ട്. അപ്പൊ 2 സഭകളുള്ള ഒരു ലെജിസ്ലേറ്റർ ആണ്, ഒരു നിയമനിർമ്മാണ സഭയാണ് എവിടെയുള്ളത്? കർണാടകയിലുള്ളത് എന്നൊരു കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഗുജറാത്ത് ആണെങ്കിലും ഗോവയാണെങ്കിലും അരുണാചൽ പ്രദേശ് ആണെങ്കിലും അവിടെ എല്ലാം യൂണികാമറലാണ്, ഒരു സഭ മാത്രമാണ് ഉള്ളത്. അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കർണാടകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 25ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 25ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് among the following is not the ground for the removal of judge of Supreme Court? സുപ്രീം കോടതിയിലെ ജഡ്ജിയെ റിമൂവ് അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജിയെ കുറച്ച് കാരണങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് സുപ്രീം കോടതിയെ ജഡ്ജിയെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാരണങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിയെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്നാണ് ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് നോട്ട് ദ ഗ്രൗണ്ട് ഓഫ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻകപ്പാസിറ്റി, ഓപ്ഷൻ സി എന്ന് പറയുന്നത് മിസ്മാനേജ്മെന്റ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ ഏതാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിയെ പുറത്താക്കാൻ കഴിയാത്ത കാരണം എന്ന് പറയുന്നത്? ഓക്കെ, ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് ആൻസർ എന്ന് നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മിസ്മാനേജ്മെന്റ് ആണ്. അതായത് ഭരണഘടനയെ പറയുന്നത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, അതായത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇൻകപ്പാസിറ്റി, ശാരീരികമോ മാനസികവുമായ അയോഗ്യത. അപ്പൊ പ്രൂവ്ഡ് മിസ്ബിഹേവിയറിന്റെയും ഇൻകപ്പാസിറ്റിയുടെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിലെ ജഡ്ജിയെ റിമൂവ് ചെയ്യാം എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ജഡ്ജ് ആണെങ്കിലും അവരെ റിമൂവ് ചെയ്യാൻ ഭരണഘടനയെ 2 ഗ്രൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആണ്, മറ്റൊന്ന് ഏതാണ്? ഇൻകപ്പാസിറ്റി ആണ്. അവിടെ മിസ്മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മള് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു. അപ്പൊ ഒരുപാട് ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്സാം വളരെ നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. എല്ലാവരും നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നല്ല രൂപത്തിൽ പഠിച്ച് മുന്നേറുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുകയാണ്. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സെഷൻ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.